അസ്സലാമു വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രികയിൽ വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനം നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ജൂലൈ 5 ശനിയാഴ്ച വന്നിട്ടുള്ള ലേഖനമാണ്. പ്രിയങ്കരനായിരുന്ന ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന AP ഉണ്ണികൃഷ്ണൻ്റെ ഓർമ്മകൾക്ക് ഒരാണ്ട് തികയുകയാണ്. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനെ ഓർത്തെടുക്കുകയാണ് നിലവിലെ ദളിത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രിയ സുഹൃത്തും സഹപ്രവർത്തകരുമായ CP ശശിധരൻ മണലായ അദ്ദേഹത്തെ ഓർത്തെടുത്തുകൊണ്ട് ഇന്നത്തെ ചന്ദ്രികയിൽ വന്നിട്ടുള്ള അനുസ്മരണം, ആ ലേഖനമൊന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിനു മുമ്പായി പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ എല്ലാവർക്കും ഒരു വലിയ സുസമ്മതനായ ഒരു നേതാവായിരുന്നു. അവിടെയൊക്കെ പാർട്ടി വേദികളിൽ, മുസ്ലിം ലീഗിൻ്റെ പാർട്ടി വേദികളിൽ ഉണ്ണിയേട്ടൻ്റെ സംസാരത്തിൽ പ്രത്യേകിച്ച് പാണക്കാട് കുടുംബവുമായിട്ടുള്ള അകൈമമായ ബന്ധത്തെക്കുറിച്ച്, പാണക്കാട് തറവാട്ടിനെക്കുറിച്ച്, പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിർബന്ധമായും പാണക്കാട് തങ്ങന്മാരെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിരിക്കും. അതോടൊപ്പം തന്നെ പാണക്കാട് തങ്ങന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ വിവരിക്കുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് പ്രഭാഷണം, ഉണ്ണിയേട്ടൻ്റെ പ്രഭാഷണം കേട്ടാലും അതിൽ പാണക്കാട് തങ്ങന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് അദ്ദേഹം ഓർത്തെടുക്കും. ബഹുമാന്യനായ മർഹൂം സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒക്കെ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി ആശ്ലേഷിച്ചൊക്കെ ഉണ്ണിയേട്ടൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല പരിപാടികളിലും ഓൺലൈൻ പരിപാടികളിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ ചിലപ്പോൾ തിരക്കുകളായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നേരിൽ വിളിക്കാതെ വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ അദ്ദേഹത്തെ മെസ്സേജുമായി ബന്ധപ്പെടുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ഔഷധവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ കൃത്യമായി തന്നെ ഒരു വാട്സപ്പ് മെസ്സേജിന് കൃത്യമായി തിരിച്ച് മെസ്സേജ് ചെയ്യുകയും, പ്രത്യേകിച്ച് അനുസ്മരണ പരിപാടികൾക്കൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടാറുള്ളത്. ഓരോ നേതാക്കളെയും അനുസ്മരിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് എല്ലാവരും അനുസ്മരിക്കുമ്പോൾ ഒന്നുകൂടി പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാളുടെ അനുസ്മരണമാണെങ്കിൽ കൃത്യമായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, മറ്റുള്ള അനുസ്മരണങ്ങളൊക്കെ കുറഞ്ഞ വാക്കുകളാണെങ്കിൽ പാണക്കാട് തങ്ങന്മാരെ, പ്രത്യേകിച്ച് മരണപ്പെട്ട സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച്, ഹൈദരലി ശിഹാബ് തങ്ങളെക്കുറിച്ച്, മറ്റു തങ്ങന്മാരെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ ഒരുപാട് വോയിസുകൾ നൽകി നമ്മുടെയൊക്കെ അനുസ്മരണ പ്രഭാഷണങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ എത്രയോ ശ്രമിച്ചത് വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ബോധ്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പരിപാടികളിലൊക്കെ ക്ഷണിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ്. കൂടുതൽ പരിചയമൊന്നുമില്ലെങ്കിൽ പോലും കോണ്ടാക്റ്റ് ഉപയോഗിച്ച് ബന്ധപ്പെട്ട് നമ്മളെയൊക്കെ പരിപാടികളിലൊക്കെ നേരിട്ട് ക്ഷണിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഏതായാലും പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ് പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ്റെ വിടവിലൂടെ നമുക്കുണ്ടായത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഞാൻ പ്രിയപ്പെട്ട ദളിത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായ, പ്രിയ സുഹൃത്തു കൂടിയായ CP ശശിധരൻ മണലായ എഴുതിയിട്ടുള്ള ലേഖനത്തിലേക്ക് കടക്കുകയാണ്. മലബാറിൻ്റെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സൂര്യപ്രഭ പോലെ തിളങ്ങി നിന്ന മനുഷ്യസ്നേഹിയായ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ AP ഉണ്ണികൃഷ്ണൻ. ദളിത് സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഊടും പാവും നൽകിയ നേതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ഒരാണ്ട് പൂർത്തിയാവുകയാണ്. 1980 ഭാഷാ സമരമാണ് ഉണ്ണിയേട്ടനെ മുസ്ലിം ലീഗിലേക്ക് ആകർഷിച്ചത്. ഇതിനിടയിൽ MSF അംഗത്വം നേടി. പഠനത്തിൽ സമർത്ഥമായിരുന്നുവെങ്കിലും
കുടുംബ സാഹചര്യങ്ങൾ കാരണം മുന്നോട്ട് പോകാനായില്ല. 10ാം ക്ലാസ്സിന് ശേഷം പൊതുരംഗത്ത് സജീവമായി. കണ്ണമംഗലം പഞ്ചായത്തിലും വേങ്ങര നിയോജക മണ്ഡലത്തിലും പാർട്ടി പ്രവർത്തനത്തിൽ നിറഞ്ഞു നിന്നു. ഒപ്പം പാണക്കാടുമായുള്ള ബന്ധവും ഊട്ടിയുറപ്പിച്ചു. എന്ത് വിശേഷമുണ്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ പാണക്കാട്ടുണ്ടാവും എന്ന അവസ്ഥയായിരുന്നു. ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ അദ്ദേഹം 1991 മലപ്പുറം ജില്ലാ കൗൺസിലിലെത്തി. 2010, 2015, 2020, 2024 കാലത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. 2015-20 കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡൻ്റായി. 1996 കുന്നമംഗലത്ത് നിന്ന് നിയമസഭയിലേക്ക് ജനവിധി തേടി. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഏകീകരണവും അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടവും അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. ഇതിനാൽ UC രാമനൊപ്പം 14 ജില്ലകളിലും ഓടി നടക്കുകയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹാശംസകളോടെ 2004 മാർച്ച് 13 ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ് രൂപീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. UC രാമൻ പ്രസിഡന്റും AP ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറിയായും P ബാലൻ ട്രഷററുമായാണ് പ്രഥമ കമ്മിറ്റി നിലവിൽ വന്നത്. 25 വർഷക്കാലം മലപ്പുറം ജില്ലാ പട്ടികജാതി പട്ടികവർഗ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല ഉപദേശക സമിതി അംഗവുമായിരുന്നു. ഖാദി ബോർഡ് മെമ്പർ, വേങ്ങര സർവീസ് സഹകരണ ബാങ്ക് അംഗം, ട്രാവൽകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡ് ബോർഡ് ഡയറക്ടർ എന്നീ പദവികളിലും അദ്ദേഹം അലങ്കരിച്ചു. ദളിത് സമൂഹത്തെ മുഖ്യധാരയിലെത്തിക്കുന്നതിനും അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുന്നതിനും വളരെ ചെറുപ്രായത്തിൽ തന്നെ പോരാട്ടം ആരംഭിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മതമൈത്രിയുടെ പര്യായമായിരുന്ന അദ്ദേഹം റമദാനിലെ എല്ലാ വ്യാഴാഴ്ചകളിലും മമ്പുറം പള്ളിയിലും അവിടുത്തെ ജീരകക്കഞ്ഞി വിതരണത്തിലും സജീവമായിരുന്നു. മമ്പുറം നേർച്ചയുടെ സമാപന ദിനത്തിലെ തൻ്റെ സാന്നിധ്യത്തിൽ ഒരിക്കലും ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ച ലോക്കറ്റോട് കൂടിയ ഒരു മാല എപ്പോഴും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്നു. കണ്ണമംഗലം എരണിയിൽ 4 കണ്ടം ജമാഅത്ത് പള്ളി ഇന്നും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതായിരുന്നു. പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും പള്ളി നിർമ്മാണത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ്റെ ഭൗതിക ദേഹം പൊതുദർശനത്തിനായി പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ചതും ജനങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചതും നിറകണ്ണുകളോടെ അല്ലാതെ ഓർക്കാനാവില്ല. തന്നെ പിടികൂടി മാരക രോഗമായ അസുഖം ആരെയും അറിയിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അസുഖം അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ വെള്ളിയാഴ്ച ജുമാ സമയത്തായിരുന്നു ആ വിയോഗം. ഞാൻ മരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ആകണമെന്നും അത് ജുമാ സമയത്താകണമെന്നതും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. കാരുണ്യവാനായ നാഥൻ ആ ആഗ്രഹം അതേപടി സഫലീകരിക്കുകയായിരുന്നു. ഉണ്ണിയേട്ടൻ്റെ പാരത്രിക ജീവിതം സുഖകരമാകട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദളിത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രിയ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശശിധരൻ മണലാലയുടെ ലേഖനം പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനെ ഓർത്തെടുത്തുകൊണ്ട് മനസ്സിൽ തട്ടുന്ന ഒരു അനുസ്മരണമാണ് പ്രിയപ്പെട്ട ശശിധരൻ മണലായ പ്രിയപ്പെട്ട ശശിയേട്ടൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കുറിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ഉണ്ണിയേട്ടൻ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. തൻ്റെ പ്രഭാഷണങ്ങളിൽ മുസ്ലിം ലീഗിനെ ആധികാരികമായി മുസ്ലിം ലീഗിനെ കൃത്യമായി തന്നെ മറ്റ് ആളുകളുടെ
ചിന്തകളിലൊക്കെ മറ്റു രീതിയിലൊക്കെ മുസ്ലിം ലീഗിന് വിമർശനം വരുമ്പോൾ തൻ്റെ പല്ലും നഖവും ഉപയോഗിച്ച് കൃത്യമായും അതേ വേദികളിൽ കൃത്യമായും മുസ്ലിം ലീഗിനെ ആ ഒരു മതേതര മുഖം, മുസ്ലിം ലീഗിൻ്റെ ആ മതേതര മുഖം തുറന്നു കാട്ടുന്നതിന് വേണ്ടി അഹോരാത്രം തൻ്റെ പ്രഭാഷണങ്ങളും തൻ്റെ പ്രവർത്തനങ്ങളും ഉപയോഗപ്പെടുത്തിയ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഒരുപാട് ഊടുംപാവും സംഭാവനകളും നൽകിയ മഹൽ വ്യക്തിത്വമായിരുന്നു. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ പ്രിയപ്പെട്ട ശശിയേട്ടൻ്റെ ഈ ഒരു അനുസ്മരണ ലേഖനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ പ്രാർത്ഥനകളോടുകൂടി അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.